ഏവർക്കും സ്വാഗതം, വെൽക്കം. ഇന്ന് ആത്മീയതയുടെ കാതലായ ഒരു തിരിച്ചറിവ്, പരിജ്ഞാനം, യേശുവിൻ്റെ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഏവരുമായി പങ്കിടുകയാണ് ലക്ഷ്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യഹൂദ മതപ്രമാണിയായിരുന്ന നിക്കോദീമോസ് യേശുവിനെ കാണുവാൻ വന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വളരെയധികം ആശയഗാംഭീര്യമുള്ള ഒരു പ്രസ്താവന യേശു നടത്തുന്നത് ഒട്ടുമുക്കാലും എല്ലാവർക്കും മനഃപ്പാഠമാണ്. അത് അറിയാൻ വയ്യാത്ത ആരും തന്നെയില്ല, ആക്ഷരികമായി അറിയാൻ വയ്യാത്ത ആരും തന്നെയില്ല. എന്നാൽ ആ പ്രസ്താവനയുടെ അർത്ഥം എന്താണ്, ആത്മീയമായ ആഴം എന്താണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്, ഇവയെപ്പറ്റി വേണ്ടതുപോലെയുള്ള അവബോധം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ മധ്യത്തിലില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു വിശദീകരണം ഒരു വീഡിയോ എന്ന രൂപത്തിൽ നൽകുന്നത് പ്രയോജനപ്പെടുമെന്ന തീരുമാനത്തിൽ ഞാൻ എത്തുവാനിടയായത്. യേശു പറയുന്നു, നിക്കോദീമോസിനോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഇതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത് എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മാത്രമാണ് നമ്മുടെ അന്വേഷണം. ആ അന്വേഷണത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഇനിയും നിക്കോദീമോസ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കണം. അവനെ അവിടെ പരിചയപ്പെടുത്തുന്നത് യഹൂദന്മാരുടെ മത അധികാരികളിൽ, മതപ്രമാണികളിൽ ഒരാളായിട്ടാണ്. അപ്പോൾ നിക്കോദീമോസിനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ പ്രതിനിധാനം ചെയ്യുന്ന മതം, ആ മതസംവിധാനവുമായി പൂർണ്ണമായി താതാത്മ്യം പ്രാപിച്ചൊരു വ്യക്തിയാണ്. അതേസമയം തന്നെ, ഇതാണ് ശ്രദ്ധേയമായ കാര്യം, അതിനെ അതിജീവിക്കാനുള്ള ഒരു ഉൾപ്രേരണയും ഉള്ള വ്യക്തിയാണ്. മതമേഖലയിൽ 2 തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അവരുൾപ്പെട്ടിരിക്കുന്ന പാരമ്പര്യം, അതിനോട് അടിമത്വം പാലിക്കുന്നവർ. അതുകൊണ്ട് അത് സംബന്ധമായി അവർക്ക് അന്ന് വരെ ലഭിച്ചിട്ടുള്ള അറിവുകളിൽ നിന്ന് അല്പം പോലും മുൻപോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. പുറകോട്ട് പോയാലും കുഴപ്പമില്ല, മുൻപോട്ട് പോകരുത്, ഇടത്തോട്ട് നോക്കരുത്, വലത്തോട്ട്. അതാണ് അടിമത്തം എന്ന് പറയുന്നത്. ഇത് എല്ലാ മതങ്ങളും, എല്ലാ സഭകളും, എല്ലാ സെക്റ്റുകളും മനുഷ്യരുടെ മേലെ ചാർത്തുന്ന ഒരു വലിയ ഭാരമാണ്, ഒരു വലിയ അടിമത്വമാണ്. ഇത് മതമേഖലയിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ തന്നെ പഠിപ്പീരുകളുടെ യഥാർത്ഥ അർത്ഥം ഇതാണ് എന്ന് ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തുവാൻ വളരെയധികം പ്രയാസമുള്ളത്. കാരണം അവർ നാളിതുവരെ പ്രാപിച്ചിട്ടുള്ള വളരെ ഉപരിപ്ലവമായ ആശയങ്ങൾ, അറിവുകൾ മാത്രം സ്വീകരിപ്പാനും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുവാനും മാത്രമേ ക്രിസ്ത്യാനിക്ക് സാധ്യമാകുന്നുള്ളൂ, ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. ഇതാണ് ഒരു കൂട്ടത്തിലുള്ള ആളുകൾ. രണ്ടാമതുള്ള ആളുകൾ എന്ന് പറയുന്നത് വളരെ വിരളമാണെങ്കിലും അവരും ഇന്നുമുണ്ട്. അതായത് നിക്കോദീമോസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. നിക്കോദീമോസ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കൂട്ടരെ അല്ല പ്രതിനിധാനം ചെയ്തത്. അവരെക്കാൾ അല്പം വ്യത്യാസമുള്ള വേറൊരു കൂട്ടർ എക്കാലത്തും എല്ലാ മതത്തിൻ്റെ ഉള്ളിലുണ്ട്. അതെന്താണ്? മത ആചാരങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള എൻ്റെ ആത്മീയമായ ദാഹം ശമിക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതിനപ്പുറത്ത് ഉള്ള സാധ്യതകൾ എന്ത് എന്നറിയുന്നത് എൻ്റെ നിലനിൽപ്പിന് പോലും ആവശ്യമാണ്. അതില്ലെങ്കിൽ ഞാൻ ഉള്ളിൽ മരിച്ചുകൊണ്ടേയിരിക്കും എന്ന വിലയേറിയ തിരിച്ചറിവ് ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ചില ആളുകളുമുണ്ട്. അവർ സംഖ്യാപരമായി വളരെ ചെറുതാണെങ്കിലും അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സമ്പത്ത് എന്നത്
എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യാശ നൽകുന്ന ഒരു തിരിച്ചറിവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവിൽ നിന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിക്കോദീമോസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആദ്യത്തെ കൂട്ടത്തിലുള്ള ഒരാളിനോട് യേശു ഒരിക്കലും പറയുകയില്ല നീ വീണ്ടും ജനിക്കണമെന്ന്. കാരണം അവരെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ അവർ മുഖത്ത് ഒരടി കൊടുക്കും, അല്ല ദൂരെ മാറി നിന്ന് കല്ലെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെടും, അല്ലെ വാ തുറന്ന് 10 ചീത്ത വിടും. എന്നാൽ നിക്കോദീമോസ് ഇവിടെ ഇതിനോട് പ്രതികരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്, മനോഹരമായിട്ടാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ 2 ഘടകങ്ങളും ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. അവൻ യേശുവിനെ കാണാൻ വരുന്നതിന് രാത്രിയിലാണ്. പകൽ യേശുവിനെ കാണാനുള്ള സ്വാതന്ത്ര്യമാണ്. ആരെങ്കിലും കണ്ടാലോ നാണക്കേടല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന നിക്കോദീമോസിനോടാണ് യേശു പറയുന്നത് നീ വീണ്ടും ജനിക്കണം. അത് നീ പൊട്ടത്തരമാ പറയുന്ന യേശുവിനോട് നിക്കോദീമോസ് പറയുന്നില്ല. അവൻ പറയുന്നത് യുക്തി ഉപയോഗിക്കുകയാണ്. യുക്തി പലപ്പോഴും മനുഷ്യൻ ദൈവത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധത്തിൻ്റെ പേരാണ് യുക്തി. അതായത് ഒട്ടും യുക്തിയില്ലാത്ത, മനുഷ്യൻ്റെ പരിമിതികൾ അവൻ്റെ അഭിമാനമാണ് എന്ന മിഥ്യയിൽ പ്രവർത്തിക്കുന്നൊരു യുക്തിയുണ്ട്. അതാണ് നമ്മുടെ യുക്തിവാദികളുടെയൊക്കെ വലിയ അഭിമാനം. അങ്ങനെ ഒരു യുക്തിയാണ്. ഒരു കൗതുകമേറിയ കാര്യം, രസാവഹമായ കാര്യം, യുക്തിവാദികൾക്ക് വേണ്ടത്ര യുക്തിയില്ല എന്നത് തന്നെയാണ്. അത് മറ്റൊരു വിഷയമാണ്. അത് വേറൊരു വീഡിയോയിൽ കൂടെ കുറച്ചുകൂടെ വിശദീകരിച്ച് പ്രതിപാദിക്കാമെന്ന് ഞാൻ കരുതുന്നത് കൊണ്ട് തൽക്കാലം അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ നിക്കോദീമോസിനകത്തും ഈ യുക്തിയുണ്ട്. അവൻ യേശുവിനോട് എന്താണ് ചോദിക്കുന്നത്? ഒരു മനുഷ്യൻ വളർന്നു കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അത് സാധ്യമല്ല, അത് മോശമാണ്, നീ പറയുന്ന മണ്ടത്തരമാണെന്ന് നിക്കോദീമോസ് പറയുന്നില്ല. യേശുവിനെ കല്ലെറിയാൻ ശ്രമിക്കുന്നില്ല, യേശുവിനെ തല്ലുന്നില്ല, ചീത്ത വിളിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അപ്പോഴാണ് യേശു പറയുന്നത്, നീ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നിട്ടും യഹൂദന്മാരെ ഉപദേശിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്, നീ വഴികാട്ടിയാണ്, പക്ഷെ നിനക്ക് അറിഞ്ഞുകൂടാ, അടിസ്ഥാന പ്രമാണങ്ങൾ നിനക്കറിയില്ല. മതത്തിൻ്റെ അവസ്ഥ എപ്പോഴും ഇതാണ്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ നിന്ന് പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണ് എന്നറിയായക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. കാരണം മതമേഖലയിൽ മനുഷ്യൻ ചെയ്യുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങളെപ്പറ്റി അവരെന്താണ് ചെയ്യുന്നതെന്ന് ബോധ്യമില്ലാതെ, അറിവില്ലാതെയാണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് എന്നത് എക്കാലത്ത് മനുഷ്യർ ഓർത്തിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ക്രൂശിൽ നിന്ന് യേശു എൻ്റെ അന്തിമ നിമിഷത്തിൽ ക്രൂശിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക. ഈ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് എന്തെന്ന് അറിയാതെയാണ് മനുഷ്യർ മതത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നത് നാം ഒരിക്കലും മറന്നുകൂടാത്ത സർവ്വലൗകികമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിക്കോദീമോസിനോട് പറയുന്നു, നീ വീണ്ടും ജനിക്കണം. ഇനി എന്താണ് ഈ വീണ്ടും ജനനം? നമുക്കറിയാം, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വീണ്ടും ജനനം എന്നത് വിപ്ലവാത്മകമായ ഒരു പരിവർത്തനമാണ്. ചേഞ്ച് എന്ന വാക്ക് നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ചേഞ്ച്. മതത്തിലെപ്പോഴും പരിവർത്തനം എന്നത് പൈശാചികമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇപ്പോൾ മാമൂലുകൾ, താരിപ്പുകൾ, പാരമ്പര്യം, ഇതിലൊന്നും ഒരു വിധത്തിലുള്ള മാറ്റവും വരുത്തരുത്. യേശു പറഞ്ഞു, നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും. നാം എന്താണ് കണ്ടെത്തേണ്ടത്? ഇതുവരെ അറിയാൻ വയ്യാത്തതല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ അടിമകളായിരിക്കുന്ന ആളുകൾക്ക് അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകുമോ? എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്ന അപകടമാണ് എന്ന മതത്തിൻ്റെ സംരക്ഷകർ പറയുന്നത്? അത് യേശു പറഞ്ഞു, യേശു പറഞ്ഞു, അന്വേഷിച്ചാൽ കണ്ടെത്തും. കണ്ടെത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടെത്തിയതും എന്നാൽ ഇപ്പോൾ കാലഹരണപ്പെട്ടതുമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യം വരും. അതിന് മാറ്റം വരുത്തിയാൽ അതുകൊണ്ട് ഉപജീവനം നയിക്കുന്ന ആളുകളുടെ സമനില തെറ്റും. ഇത് അവരെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് അവർ നിർബന്ധം പിടിക്കും. അതുകൊണ്ട് അവർ വളരെ അക്രമാസക്തമായി പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. ഇതൊക്കെ വളരെ പകല് പോലെ സ്പഷ്ടമാണ്. എന്തുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ മൂളയിൽ ഇത് പതിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ്. അപ്പോൾ നാം
വീണ്ടും ജനനത്തെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കുമ്പോൾ അത് ഒരു പരിവർത്തനമാണ്. ഇറ്റ്സ് എ ചേഞ്ച്. പക്ഷെ അതൊരു സാധാരണ പരിവർത്തനമല്ല, സാധാരണ ചേഞ്ച് അല്ല, സാധാരണ മാറ്റമല്ല. അത് സമൂലമായ ഒരു പരിവർത്തനമാണ്. സമൂലമായ ഒരു ഇനി ഇവിടെയുള്ള ഒരു തെറ്റിദ്ധാരണ, ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ 1984 മാർച്ച് മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 2:45 ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തു. അതിനുശേഷം ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അന്ന് തൊട്ട് ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. അതിനുശേഷം എനിക്കൊന്നും അറിയണ്ട, എനിക്ക് വളരണ്ട, ആത്മീയമായ ഒരു പുതിയ അറിവും പ്രാപിക്കണ്ട, എൻ്റെ കണ്ണ് തുറക്കണ്ട, ഞാൻ ഒരു പുതിയ സൃഷ്ടിയായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഇതാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ അപഹാസ്യമായ ഒരു തെറ്റിദ്ധാരണ വാസ്തവത്തിൽ വെളിപ്പെടുത്താൻ സാധ്യമല്ല. ഇതിൻ്റെ പാപ്പരത്വം എത്ര വലുതാണ് എന്ന അനുഭവത്തിൽ കൂടെ അറിയുന്നവരാണ് ഒട്ടുമുക്കാലും എന്നെ കേൾക്കുന്നവർ എന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം തൽക്കാലം മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ്. ഈ മാറ്റം എന്നത് ജീവന്റെ മർമ്മമാണ് എന്നത് യേശു തിരിച്ചറിഞ്ഞു. പക്ഷെ നമുക്കത് പ്രയാസമാണ്. മാറ്റം വരിക. യേശു വന്നത് സകലത്തെയും പുതുതാക്കാനാണ്. പഴയതിനെ പുതുതാക്കണമെങ്കിൽ മാറ്റം സംഭവിക്കണ്ടേ? നമ്മുടെ വലിയ വലിയ യുക്തി എന്താണ്? പഴയതിനെ പുതുതാക്കണം, പക്ഷെ ഒരു മാറ്റവും വരുത്തരുത്. ഇപ്പൊ ഗോതമ്പുണ്ട്, ചപ്പാത്തി വേണം, പക്ഷെ ഗോതമ്പിനൊരു മാറ്റവും വരുത്തരുത്. എനിക്ക് ചപ്പാത്തി തിന്നണം, വിശക്കുന്നേ. പക്ഷെ ഗോതമ്പ് തുടരുത്, ഗോതമ്പ് അതുപോലെ വെക്കണം, പക്ഷെ എനിക്ക് ചപ്പാത്തി വേണം എന്ന് പറയുന്ന യുക്തിയാണ് നമ്മൾ മതമേഖലയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയുക. യേശു പറയുന്നു, ഇത് സാമാന്യ ബുദ്ധിക്ക് പോലും എതിരാണ്, ഇത് മൗഢ്യമാണ്, ഇത് നിങ്ങളുടെ എല്ലാ സാധ്യതകളുടെ നേരെയും കതക് വലിച്ചടയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്, ഒരു മനോഭാവമാണ്. ഇത് സാധ്യമല്ല. പിന്നെ യേശു അവതരിപ്പിക്കുന്ന ഒരു വലിയ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് മനുഷ്യൻ രൂപാന്തരപ്പെടേണ്ടത്? എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾക്ക് നാം ഒരു ഇടം കൊടുക്കേണ്ടത്, മാറ്റങ്ങളെ സ്വീകരിക്കണം? അതിൻ്റെ അർത്ഥം, നമുക്ക് നിലനിൽക്കണമെങ്കിൽ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മാത്രമേ നമുക്ക് നിലനിൽക്കാനുള്ളൂ. ഇത് കുറച്ച് മനസ്സിലാക്കണം. അതായത് ഞാനത് ഇംഗ്ലീഷിൽ കൂടെ പറയട്ടെ. You can maintain yourself only by transforming yourself. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. You can maintain yourself only by transforming yourself. പ്രകൃതിയിൽ അങ്ങനെയാണ്. നിങ്ങൾ പ്രകൃതിയെ നോക്കുമ്പോൾ, നിങ്ങളൊരു ചെടി നട്ടു, അത് ഓരോ വർഷവും വളർന്ന് നമുക്കറിയാം, ഒരു തടിയുടെ ഉള്ളിൽ ആനുവൽ റിങ്സ് ഉണ്ട്. അതായത് ഓരോ വർഷവും അത് കൈവരിച്ച നേട്ടത്തിൻ്റെ രേഖകൾ അതിലുണ്ട്. എന്നാൽ നിങ്ങൾ നട്ട ആ ചെടി, മാവിൻ്റെ ചെടി നട്ടു, 15 വർഷം കഴിഞ്ഞിട്ടും ആ ചെടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് വളർന്നില്ല. അതൊരു 1.5 അടിയിൽ അങ്ങനെ നിന്ന് സന്തോഷത്തോടെ കാറ്റിലിടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വെട്ടിക്കളയും. നിങ്ങളൊരു തൈ നടുന്നത് അത് വളരാനാണ്. ആ തൈക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കണം. രൂപാന്തരം എന്നത് ഒരു മാവിൻ്റെ തൈ നട്ട ശേഷം അത് ആരംഭമാണ്. ഒരു ആരംഭം വേണം. അത് നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയ്ക്ക് സമാന്തരമാണ് മനുഷ്യൻ്റെ രൂപാന്തരം. അതുകൊണ്ട് രൂപാന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ആരംഭം, അതിനുശേഷം അതിന് അനുസരിച്ചുള്ള വളർച്ച. ആ വളർച്ച ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കണം എന്നതാണ് യേശുവിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രാവർത്തികമായതും ശ്രദ്ധേയവുമായതുമായ വെളിപ്പെടുത്തൽ എന്ന ഈ കാലത്ത് വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് നാളെ അറിയായി. അതുകൊണ്ട് ഇങ്ങനെ വിറങ്ങലിച്ച് ഇരിക്കുന്നതാണ് നേട്ടം. അങ്ങനെയുള്ള സ്വർഗ്ഗത്തിൽ പോകും എന്ന പോഷത്വമാണ് നമ്മുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇത് യേശുവിൻ്റെ സുവിശേഷത്തെ
കുഴിച്ചുമൂടുന്നതിനേക്കാൾ മോശമാണ് എന്ന് ദൈവനാമത്തിൽ ഞാൻ എവരോടും സാക്ഷ്യപ്പെടുത്തട്ടെ. അപ്പോൾ ഈവൻ ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ് യു ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ്. ഇനി നിക്കോദിമോസും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിക്കോദിമോസ് മതത്തെ പ്രതിനിധീകരിക്കുന്നു, യേശു ദൈവരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകാൻ സാധ്യമല്ലല്ലോ. there can be no debate on this. കാരണം ആ ഭാഗത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് നിക്കോദിമോസ് ആരാണ്? അവനൊരു യഹൂദ മതപ്രമാണിയാണ്. യേശു ആരാണ്? ദൈവരാജ്യത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാനും പ്രചരിപ്പിക്കാനും വന്ന ജീവന്റെ വചനമാണ്. യാതൊരു സംശയമില്ലത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും മനുഷ്യന്റെ സാർവലൗകികമായ അടിസ്ഥാന ആവശ്യമാണ് നിലനിൽക്കുക എന്നത്. No one wants to perish. No one wants to die. ആർക്കും ഇപ്പോൾ മരിക്കണമെന്നോ നശീകരിക്കപ്പെട്ടില്ലാതാകണമെന്നോ താല്പര്യമില്ല. എല്ലാവർക്കും തുടർന്നു കൊണ്ടിരിക്കണം, നിലനിൽപ്പുണ്ടാകണം. അത് മനുഷ്യൻ്റെ ആവശ്യമാണ്. എന്നാൽ ഈ നിലനിൽപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആവശ്യം, മനുഷ്യൻ്റെ ലക്ഷ്യം, അതിനോട് രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ കൂടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ യേശു നിക്കോദിമോസുമായുള്ള സംഭാഷണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദയവായി മനസ്സിലാക്കുക. എന്താണ് വ്യത്യാസം? നിക്കോദിമോസ് നോക്കുമ്പോൾ നിലനിൽപ്പ് എന്ന് പറയുന്നത് യാതൊരു വ്യത്യാസവുമില്ലാതെ, വ്യത്യാസവും വരുത്താതെ, വ്യത്യാസം സ്വീകരിക്കാതെ, ചേഞ്ച് ഇല്ലാതെ മനുഷ്യൻ അങ്ങനെ ഇരിക്കുക. അതാണ് കൂറ് എന്ന് പറയുന്നത്. അതായത് പുരാതനമായതിനോടുള്ള കൂറ്, അതിനോടുള്ള ലോയൽറ്റി എന്ന് പറയാം. അങ്ങനെ ആചാരങ്ങൾ മുറതെറ്റിക്കാതെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നാൽ നീ സ്വർഗത്തിൽ പോകും. അതാണ് നിന്റെ നിലനിൽപ്പ്. ഈ ലോകത്തിൽ നീ വിശ്വാസിയായും പരലോകത്തിൽ നീ അനന്തമായ രാജവാഴ്ചയുടെ പ്രജയായും തീരും. ഇങ്ങനെ ഇരുന്നാൽ മതി. ഒന്നും അന്വേഷിക്കേണ്ട, അറിയണ്ട, ഇടത്തോട്ട് നോക്കണ്ട, വലത്തോട്ട് നോക്കണ്ട, അധ്വാനിക്കണ്ട, അന്വേഷിക്കേണ്ട, അറിയണ്ട. നീ അങ്ങനെ ഞങ്ങൾ പറയുന്ന ആചാരങ്ങൾ ഇങ്ങനെ യാന്ത്രികമായി ഉരുവിട്ടാൽ മതി. ഇതാണ് നിക്കോദിമോസ് പ്രതിനിധീകരിക്കുന്ന മത സംവിധാനത്തിൻ്റെ ആകെപ്പാടെയുള്ള നിലപാട്. ഇത് അറിയാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ നമ്മുടെ മത അവസ്ഥ ഒന്ന് പരിഗണിച്ചാൽ ഇത് മനസ്സിലാക്കും. യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല, വരാൻ സാധ്യവുമല്ല. എന്നാൽ യേശു പ്രതിനിധീകരിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് അതെന്താണ്? നിനക്ക് അതും ഈ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിനക്ക് നിലനിൽക്കണമെങ്കിൽ നിനക്ക് രൂപാന്തരം ഉണ്ടാകണം. നിക്കോദീമോസ് പറയുന്നത് നിനക്ക് നിലനിൽക്കണമെങ്കിൽ യാതൊരു വ്യത്യാസവും വരാതെ അത് മാമൂലുകൾ അതുപോലെ അള്ളിപ്പിടിക്കണം, ഒരു മാറ്റവും വരരുത്. യേശു പറയുന്നു നിനക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ, നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്ക് രൂപാന്തരം ഉണ്ടാകണം. യേശു പറഞ്ഞു ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനുമാണ്. അതിൻ്റെ മർമ്മം എന്താണ്? ഈ മാറ്റങ്ങൾ, രൂപാന്തരം ഉണ്ടാകണം. നാം ഇപ്പോൾ ജീവന്റെ സാഹചര്യത്തിൽ മരണത്തിലാണ്. വി ആർ ഇൻ ഡെത്ത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ലൈഫ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നേ മതിയാകുകയുള്ളൂ. അത് സ്വീകരിക്കാതെ എങ്ങനെയാണ് നാം മുൻപോട്ട് പോകുന്നത്, പുരോഗമിക്കുന്നത്, വളരുന്നത്? അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രണ്ട് സമീപനങ്ങളുടെ പ്രതിനിധികളായിട്ട് വേണം നമുക്ക് നിക്കോദിമോസിനെയും യേശുവിനെയും മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് വളരെ അടിവരയിട്ട് പ്രസ്താവിക്കാനുള്ളത്. ഇത് രണ്ടും നിലനിൽപ്പ് എന്ന് പറയുന്ന മനുഷ്യന്റെ ലക്ഷ്യത്തോടുള്ള മതപരവും ആത്മീയവുമായ വ്യത്യസ്തമായ സമീപനങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്, രൂപങ്ങളാണ്. Everybody wants to be preserved, but to the goal of preservation, people respond in two completely different ways. One is represented by Nicodemus and the other is represented by Jesus. ആ വ്യത്യാസം എന്താണ്? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്ന് അത് വിശദീകരിച്ചു കഴിഞ്ഞു, ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി ഞാൻ മുൻപോട്ട് പോയി. നമുക്ക് ചില ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം.
ശൗൽ എന്ന് പറയുന്ന ഒരു വലിയ മതതീക്ഷ്ണതയുള്ള മനുഷ്യനെ നമുക്കറിയാം. അവൻ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം പേറിക്കൊണ്ട് ഓടി നടന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. അവൻ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവനിൽ സമൂലമായ പരിവർത്തനമുണ്ടായി. അങ്ങനെ ശൗൽ എന്താ പറയുന്നത്, പൗലോസ് അപ്പോസ്തലനായി മാറി. സൗൾ ബിക്കെയിം സെയിന്റ് പോൾ. അതുപോലെ ശിമോൻ പത്രോസായി മാറി. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി ഒരു വലിയ എഴുത്തുകാരനായി. സുവിശേഷം യേശുവിനെ കണ്ടെത്തി എല്ലാവരും രൂപാന്തരം പ്രാപിച്ചു എന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ മർമ്മം നമുക്ക് സ്വീകരിക്കാൻ വയ്യ. അതുകൊണ്ട് അത് മനസ്സിലാകുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ യാതൊരു വ്യത്യാസവുമില്ല. ഈ രൂപാന്തരത്തിൽ കൂടെ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഈ രൂപാന്തരം സ്വീകരിക്കാൻ പോയെങ്കിൽ നാം ശവങ്ങളാണ്. നമ്മൾ വിശ്വാസികളല്ല, നമ്മൾ വിശ്വാസത്തിൻ്റെ ശവങ്ങളാണ്. നാം യേശുവിൻ്റെ വഴി എന്നാണല്ലോ പറയുന്നത്. വഴിയുടെ അർത്ഥം എന്താണ്? സഞ്ചരിക്കുക എന്നല്ലേ. സഞ്ചരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്നായിരിക്കുന്ന അവസ്ഥയിലല്ല നാളെ ആയിരിക്കുന്നത്. നാം മുൻപോട്ട് പോകുന്നു. ഇവിടെ ഇരുന്ന് ഈ കള്ളു കുടിക്കുന്നവരെ പോലെ കള്ളു കുടിച്ച് ബോധം കെട്ടിങ്ങനെ പാമ്പ് എഴയുന്നത് പോലെ ഒരേ സ്ഥലത്ത് കിടന്ന് എഴയുകയും കറങ്ങിക്കൊണ്ടിരുന്നാൽ മുമ്പോട്ട് വഴിയാണെന്ന് പറയാനുള്ളൂ. വഴിയല്ല, അത് കുഴിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴിയാണ് വഴി എന്നും പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ വളരെ വളരെ പകൽ പോലെ സ്പഷ്ടമാണിത്. നിലനിൽക്കണമെങ്കിൽ രൂപാന്തരം ഉണ്ടാകണം. If you want to stay alive, you have to be continuously transformed. ഇതാണ് ഇന്നത്തെ മർമ്മം. അതുകൊണ്ടാണ് നാം എന്നും പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുകയും പുതിയ അനുഭവത്തിലേക്കും അറിവിലേക്കും പ്രവേശിക്കുകയും ചെയ്ത് നിരന്തരമായ വളർച്ചയുടെ അവകാശികളായി തീരണം. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സേദ കുളക്കരെ അത്ഭുതം നടക്കുന്നുണ്ട്. എന്താണ്? ഒരു ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മാറ്റമെന്നല്ല അർത്ഥം. അതുവരെ അനക്കമില്ലാതെ നിശ്ചലമായിരുന്ന വെള്ളം അനക്കുമ്പോൾ മാത്രം, പ്രാപിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും നന്മ വരികയുള്ളൂ. നമ്മുടെ ധാരണ എന്താണ്? സഭകൾ ഒരിക്കലും അനക്കം വരാത്ത കുളങ്ങളായിട്ട് ഇങ്ങനെ അവിടെ കൊതുകും മറ്റ് രോഗം വഹിക്കുന്ന കൃമികളും വളരട്ടെ, അതാണ് നമ്മുടെ അമൃതദ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുന്നു. യേശു കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഘടകവിരുദ്ധമാണെന്ന് എന്തുകൊണ്ടോ നമ്മുടെ മൂളയിൽ ഇറങ്ങുന്നില്ല. ഈ കുളമൊന്ന് കലങ്ങട്ടെ, എന്നാൽ മാത്രമേ പുതിയ സാധ്യതകൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ എന്നത് എത്രയോ മനോഹരമായ, ജീവിതത്തോടും ചരിത്രത്തോടും എപ്പോഴും നീതി പാലിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. നമുക്കറിയാം, ജീവന്റെ മർമ്മം തന്നെ ഈ രൂപാന്തരമാണ്. ആദിയിൽ ദൈവം ഭൂമിയിലെ മണ്ണെടുത്തു, മണ്ണിന് രൂപാന്തരം കൊടുത്തു, അപ്പോൾ ഒരു രൂപം ഉണ്ടായി. മണ്ണ് ഒരു രൂപമായെന്ന് പറഞ്ഞാൽ മണ്ണിന് മാറ്റം വന്നു. മാറ്റം വരാതെ എങ്ങനെയാണ് രൂപം ഉണ്ടാകുന്നത്? എവിടെയെങ്കിലും രൂപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതും പോലെ അടുത്ത രൂപാന്തരത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ രൂപത്തിനെ ജീവിക്കുന്ന മർമ്മമാക്കി മാറ്റുകയാണ് ശ്വാസത്തിൽ കൂടെ. അപ്പോൾ ജീവന്റെ മർമ്മം ഈ മാറ്റം തന്നെയാണ്. പക്ഷെ മതം നമ്മെ പഠിപ്പിക്കുന്നതാണ് മാറ്റം വരരുത്, മാറ്റം വന്നാൽ എല്ലാം തകർന്നു പോകും, കൊട്ടാരച്ചീട്ട് പോലെ തകർന്നു പോകും. ഇത് ലോകത്തിലേക്കും അപകടമേറിയ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ധാരണ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ മുൻപോട്ട് പോകുവിൻ, അന്വേഷിപ്പിൻ, കണ്ടെത്തുവിൻ. ഞാൻ അതിൻ്റെ വഴിയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ എന്തിൻ്റെ വഴിയാണ്? അന്വേഷണത്തിൻ്റെ വഴിയാണ്. യേശു തൻ്റെ വ്യക്തിത്വത്തെ പറ്റി പറയുമ്പോൾ അത് അന്വേഷണത്തിൻ്റെ വ്യക്തിത്വമാണെന്ന് എത്രയോ വ്യക്തമായിട്ട് പല കാര്യങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നില്ലേ,
കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നത്. അന്വേഷിച്ചിട്ട്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രകടവും പ്രസക്തവുമായ ഭാഗം എന്നാണ് അന്വേഷിക്കുന്ന വ്യക്തിത്വം. എവിടെയെങ്കിലും മനുഷ്യർ അപകടത്തിലാണോ, സങ്കടത്തിലാണോ, പ്രയാസത്തിലാണോ, ആർക്കാണ് സഹായം ആവശ്യമുള്ളത്, മനുഷ്യന്റെ അവസ്ഥ എന്താണ്, ആദാമേ നീ എവിടെ എന്ന വേദപുസ്തക ചരിത്രത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ചോദ്യമുണ്ട്. നീ എവിടെ? അതാണ് ആത്മീയതയുടെ ചോരത്തിളപ്പ്. അതിനു പകരം ഞായറാഴ്ച ഒരു ബെഞ്ചിലോ കസേരയിലോ ഇരുന്ന് ഉറങ്ങി ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും മാറ്റം വന്നാൽ അവനെ കൊല്ലണം എന്ന് പറയുക. ഇതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ യേശു പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ത്യജിക്കുക. അതൊരു വലിയ മാറ്റമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വയം ത്യജിക്കണമെന്ന് പറയുന്നത്? മനുഷ്യന്റെ ബലഹീനത മനസ്സിലാക്കിയിട്ടാണ്. സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതിൻ്റെ ആകെത്തുകയാണ് ഈ സ്വയം എന്ന് പറയുന്നത്. ഇപ്പം നാളെ സംഭവിക്കുന്നത് നമ്മുടെ സ്വയത്തിൻ്റെ അംശമാകത്തില്ല. അല്പം യുക്തിയുള്ളവർക്ക് അത് മനസ്സിലാകും. കഴിഞ്ഞ കാലങ്ങളിൽ നാം കേട്ടതും പുരാതന കാലം തൊട്ടേ ആളുകൾ കേട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് നമ്മളിൽ വന്ന് വീണ ഭൂതകാല ഉച്ഛിഷ്ടങ്ങൾ, പിന്നെ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ, ഇവിടെയെല്ലാം ആകത്തുകയാണ് നമ്മുടെ സ്വയം എന്ന് പറയുന്നത്. അതിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കാനാണ് മനുഷ്യന്റെ സ്വാഭാവികമായ താല്പര്യം. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും വളരുകയില്ല, മുൻപോട്ട് പോകുകയില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച്. നിന്നെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു കയറുണ്ട്. അതെന്താണ്? നിന്റെ സ്വയമാണ്. എന്താണ് ഈ സ്വയം? കഴിഞ്ഞ കാല ഉച്ഛിഷ്ടങ്ങളുടെ ആകെത്തുകയാണ് നിന്റെ സ്വയം. അതിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ, അതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് പുതിയ ഒരു അവസ്ഥയിലേക്ക് വളരുവാൻ, ഒരു പുതിയ മനോഹരമായ മനുഷ്യബുദ്ധിയെ കവിയുന്ന സാധ്യതകളിലേക്ക് വളരുവാൻ നിനക്ക് സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ ചാർച്ചക്കാരെയും അവൻ്റെ പരിചിതമായ എന്താ പറയുന്നത്, ഹോം ടൗൺ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവൻ്റെ പട്ടണത്തെയും ചാർച്ചക്കാരെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മാത്രമേ അവൻ കണ്ടിട്ടില്ലാത്ത പുതിയ ദേശത്തേക്ക് അവന് പോകാൻ സാധ്യമാകുകയുള്ളൂ. ദൈവം യഹൂദ മക്കളെ അവരുടെ അരുമനാടായ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാന്റെ ദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ആളുകൾ തിരിച്ച് അരുമനാട്ടിലേക്ക് പോകാനുള്ള പ്രവണത വന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ? അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യമാണ്. ഇതിൻ്റെ എല്ലാം ആകെത്തുകയായിട്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണം, നിങ്ങൾ വീണ്ടും ജനിക്കണം. നിക്കോദീമോസേ, നീ നല്ലവനാണ്, പക്ഷേ നീ ഒരു മത സംവിധാനത്തിൻ്റെ അടിമയാണ്. നിന്റെ ഉള്ളിൽ നല്ല പ്രവണതകൾ, ഒരുപക്ഷെ നിനക്കറിയാൻ വയ്യാത്ത മാഹാത്മ്യം പേറുന്ന നല്ല ആഗ്രഹങ്ങളുണ്ട്. നിന്റെ മനസ്സ് നിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്നുണ്ട്. നിന്റെ അവസ്ഥ ദാരിദ്ര്യമാണ്. ഇത് മരണത്തിൻ്റെ മണമുള്ള അവസ്ഥയാണ്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഒരു പുതിയ അവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ നിനക്ക് നിലനിൽപ്പുള്ളൂ. നീ ഇപ്പോൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ശവം വളരുകയില്ല, അത് ചീഞ്ഞു നാറുകയുള്ളൂ. അപ്പോൾ മതപരമായ ശവങ്ങളായി കഴിയുന്നവർ, അവരുടെ അവസ്ഥ എത്ര പരിതാപകരമായി തിരിച്ചറിയണം എന്നതാണ് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ആവർത്തിച്ച് വളരെ ശക്തിയേറിയ ഭാഷയിൽ പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗ്ഗരാജ്യം കാണുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ പഴമയുടെയും ഇതുവരെ അറിഞ്ഞതിൻ്റെയും മാത്രം അടിസ്ഥാനത്തിൽ അതിനോടുള്ള അടിമത്വത്തിൽ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയ 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 ആത്മീക അവസ്ഥയിലേക്ക് വളരുവാൻ വളർച്ച ഉള്ള ആ ദൈവികമായ നമ്മുടെ ആന്തരികമായ വാഞ്ച, ദാഹം, അത് തിരിച്ചറിയുന്ന യേശു, അത് പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന യേശു, അതിൻ്റെ ലക്ഷ്യമായ പുതിയ അവസ്ഥയിലേക്ക്, ഉദാത്തമായ അവസ്ഥയിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ നമ്മെ സഹായിക്കുന്ന മർമ്മത്തിൻ്റെ പേരാണ് യേശു എന്നുള്ളത്.
ആ യേശുവാണ് പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. അപ്പോൾ വീണ്ടും ജനിക്കുന്നതിൻ്റെ ഫലമായി നാം ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഇതാണ് വീണ്ടും ജനനം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കണം, പരിഗണിക്കണം. നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതാണ്ട് അരനൂറ്റാണ്ടിൽ കൂടുതലുള്ള എൻ്റെ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ള കാര്യം അർത്ഥവത്താണ് എന്ന് എൻ്റെ ഉള്ളിൽ പരിപൂർണ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടേതായ വിമർശന ബുദ്ധിയോടെ ഓരോ നൂലും അഴിച്ച് പരിശോധിച്ച് അത് അർത്ഥവത്താണ്, പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, എന്ന് തോന്നിയാൽ, ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അറിയിക്കേണ്ടത് എൻ്റെ കടമയും പരിശോധിച്ച് അംഗീകരിക്കേണ്ടത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാകുന്നു. അപ്രകാരം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ഈ ആശയങ്ങളെ പരിഗണിക്കുമെന്ന പ്രത്യാശ, ആ പ്രത്യാശയിൽ നിന്നിരിക്കുന്ന സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.